മരുഭൂമിയിലെത്തിയ റസീനോട് ഞാൻ സഹായം ചോദിച്ചു എന്ന് കൂട്ടിക്കാം. ചെറുക്ക് വരുന്നില്ല. ഹദീസ് ദഈഫാണെങ്കിലും അമൽ ചെയ്യാം എന്ന അഭിപ്രായം വരെ സലഫി പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഒരു പ്രതിസന്ധി ഘട്ടത്തിലുള്ള ഒരു വിളി എന്ന് പറയുമ്പോഴത്തേക്ക് അതൊരു ശിർക്കൻ വിളിയായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമോ? എന്റെ ശബ്ദം കേൾക്കുന്ന പരിധിയിലുള്ള ഒരു ജിന്ന് ഇവിടെ ഉണ്ടെങ്കിൽ ആ ജിന്നിന്റെ കൈ പിടിക്കട്ടെ എന്നേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. എന്റെ മനസ്സിൽ പ്രാർത്ഥനയില്ല. സഹായിക്കാൻ കഴിവുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ സഹായിക്കട്ടെ എന്ന നിലക്ക് വിളിച്ചിട്ടില്ലെങ്കിൽ അതൊരു പ്രതിസന്ധി ഘട്ടത്തിലെ ഒരു ശിർക്കൻ വിളിയാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റൂല. ഇവർ കേട്ടെങ്കിൽ കേട്ട് സഹായിക്കട്ടെ എന്ന് വിചാരിക്കുന്ന കൂട്ടത്തിൽ അള്ളാന്റെ ഏത് സൃഷ്ടികളെ ഉദ്ദേശിച്ചാലും ശിർക്ക് വരൂല. അതുപോലത്തെ ഒരു സംഗതിയാണ് പറഞ്ഞത്. അത് ശിർക്കാന്ന് ആരെങ്കിലും പറയോ? ഈ ഹദീസ് കൊണ്ട് അമല് ചെയ്യുന്നത് എന്തില്ല, അത് കണിശമായി എതിർക്കപ്പെടേണ്ട ഒരു കാര്യമല്ല. ആരവം കേൾക്കുന്നു ഖേദം മനതാരിൽ കൂരമ്പായേൽക്കുന്നു കേരള നാട്ടീന്ന് ആരവം കേൾക്കുന്നു ഖേദം മനതാരിൽ കൂരമ്പായേൽക്കുന്നു ആരോ തിരിവെച്ച ജിന്നെന്ന തീപന്തം നേരായി ഗണിക്കുവാൻ എന്തെല്ലാം സിദ്ധാന്തം ആരോ തിരിവെച്ച ജിന്നെന്ന തീപന്തം നേരായി ഗണിക്കുവാൻ എന്തെല്ലാം സിദ്ധാന്തം കേരള നാട്ടീന്ന് ആരവം കേൾക്കുന്നു ഖേദം മനതാരിൽ കൂരമ്പായേൽക്കുന്നു. ഇപ്പൊ ഒരു പ്രതിസന്ധി ഘട്ടത്തിലുള്ള ഒരു വിളി എന്ന് പറയുമ്പോഴത്തേക്ക് അതൊരു ശിർക്കൻ വിളിയായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമോ? ഉദാഹരണത്തിന് ഒരാൾ ഒരു വെള്ളത്തിൽ കയത്തിൽ മുങ്ങിത്താകുന്ന ഒരു സ്ഥിതിവിശേഷത്തിലാണ്. അപ്പോൾ ആ കയത്തിനരികിലൂടെ നടന്നു പോകുന്ന ഒരു വ്യക്തിയോട് തന്നെ രക്ഷപ്പെടുത്തണമേ എന്നൊന്ന് പറഞ്ഞാൽ അയാളൊരു പ്രതിസന്ധി ഘട്ടത്തിൽ വെച്ചാണ് വിളിക്കുന്നത്. ആ വിളി ശിർക്കാണ് എന്ന് നമുക്ക് വിധിക്കാൻ പറ്റുമോ? നമ്മളെ സംബന്ധിച്ചിടത്തോളം പൂർവ്വസൂരികളായ അയിമത്തുകൾ ഈ വിഷയത്തിൽ ആരും ഇതൊരു പ്രതിസന്ധി ഘട്ടത്തിലെ വിളിയായതുകൊണ്ട് ശിർക്കിന്റെ വിളിയാണ് എന്ന് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. കാരണം അവിടെ വിജനതയിൽ എത്തിപ്പെട്ട, യാത്രാമൃഗം നഷ്ടപ്പെട്ട, ഒരാളെയും കാണാത്ത ഒരവസ്ഥയിൽ തന്നെ കേൾക്കുന്ന, സഹായിക്കാൻ കഴിവുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ സഹായിക്കട്ടെ എന്ന നിലക്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു പ്രതിസന്ധി ഘട്ടത്തിലെ ഒരു ശിർക്കൻ വിളിയാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റൂല. ഇനി ഒരാൾ അവിടെ ഉദ്ദേശിക്കുകയാണ്, ഇവിടെ കുറ്റിക്കാട്ടിലൊക്കെ ആരെങ്കിലും ഒരു മനുഷ്യൻ ഉണ്ടാവും, ഒന്ന് മണ്ടി വന്ന് എന്നൊന്ന് സഹായിക്കേ എന്ന് ഉദ്ദേശിച്ചാണ് വിളിച്ചതെന്നുണ്ടെങ്കിൽ ശിർക്കില്ല എന്ന് എല്ലാവരും പറയും. അതേപോലെ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ ശിർക്കില്ല എന്ന് പറയുന്നത് ആ ഉദ്ദേശിച്ച സ്ഥാനത്ത് ഹാദിറും ഖാദിറുമായ കഴിവുള്ളവരും അത് ആ വിളി കേൾക്കാവുന്ന പരിധിയിൽ അവിടെ പ്രസൻസ് ഉള്ള, അതായത് അവിടെ അവരുടെ ആ സ്ഥലത്തുള്ളവർ കേട്ടെങ്കിൽ കേട്ട് സഹായിക്കട്ടെ എന്ന് വിചാരിക്കുന്ന കൂട്ടത്തിൽ അള്ളാന്റെ ഏത് സൃഷ്ടികളെ ഉദ്ദേശിച്ചാലും ശിർക്ക് വരൂല. അതിൽ മലക്കുകളും പെട്ടു, ജിന്നുകളും പെട്ടു. അള്ളാഹ് രക്ഷിക്കണേ എന്ന സ്ഥാനത്ത് ജിന്നെ രക്ഷിക്കണേ എന്ന് തേടിയാൽ, മലക്കെ രക്ഷിക്കണേ എന്ന് തേടിയാൽ, ശൈഖെ രക്ഷിക്കണേ എന്ന് തേടിയാൽ, ഏത് പടപ്പെ വിളിച്ചു തേടിയാലും അത് ശിർക്ക് തന്നെ എന്ന വിഷയത്തിൽ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന് യാതൊരു സംശയവുമില്ല എന്ന് ആവർത്തിച്ചു പ്രഖ്യാപിച്ചു. പരിസരത്തുള്ള ജിന്നിനെയോ മലക്കിനെയോ വിളിച്ചുകൊണ്ട് അവരുടെ കഴിവിൽപ്പെട്ട ഒരു കാര്യം ചോദിച്ചാൽ അതിനെ പ്രാർത്ഥനയാണെന്ന് പറയുവാൻ സാധ്യമല്ല. പ്രാർത്ഥനയല്ലെങ്കിൽ അത് ശിർക്കുമല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ. ഏതെങ്കിലും ഒരു മുജാഹിദ് നേതാവ്, വിസ്ഡന്റെ ഏതെങ്കിലും ഒരു നേതാവ് ജിന്നെ എത്ര നേരമായി ജിന്നെ സഹായിക്കണേ ജിന്നെ ഹദീസ് സഹീഹാണെങ്കിൽ തന്നെയും അവിടെ അള്ളാഹുവിന് ചില മലക്കുകളുണ്ട്, അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാർ അവരുണ്ട്. അവർ ആ പണിക്കായി അള്ളാഹു സുബ്ഹാനഹു വ തആല ഏർപ്പെടുത്തിയിട്ടുള്ളതാണ്. അപ്പൊ നിങ്ങൾ അവിടെ പോയി അള്ളാഹുവിന്റെ അടിമകളെ ഇബാദല്ലാഹി അഗീസൂനി എന്ന് പറഞ്ഞാൽ അവർ നിങ്ങളെ സഹായിക്കും. അപ്പോ ആ മൃഗം അവിടെയുള്ള ആളുകൾക്ക്, ഏതാളുകൾക്ക്, മലക്കാവട്ടെ ജിന്നാവട്ടെ, അത്തരത്തിലുള്ള ആളുകൾക്ക് പ്രത്യേകമായ കഴിവ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിട്ടുണ്ട്. ആ കഴിവിന്റെ അടിസ്ഥാനത്തിൽ അവർ അത് സഹായിക്കുന്നു. അതുകൊണ്ട് അത് ചോദിക്കൽ എന്തല്ല, ശിർക്ക് എന്ന് പറയാൻ പറ്റൂല. അത് ശിർക്കിന്റെ ഗണത്തിൽ വരുന്ന ഒരു കാര്യമില്ല. കാരണം എന്താണ്? അവിടെ ആളുകളുണ്ട്, അവർ ഹാജറുള്ള ആളുകളാണ്. അവർ ആ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം നൽകാൻ കഴിയുന്ന, അല്ലെങ്കിൽ അത് ചെയ്തു കൊടുക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രം ചോദിക്കേണ്ടുന്ന ഒരു കാര്യമല്ല അവിടെ ചോദിക്കുന്നത്. ജിന്നിനോടുള്ള വിളിയാണ്. ജിന്നിനോടുള്ള എല്ലാ വിളികളും ശിർക്കാണോ? അല്ലേ? അല്ല. കാരണം എല്ലാ വിളിയും ശിർക്കാണെങ്കിൽ ജിന്നോടുള്ള ഏത് പേടിയും ശിർക്കായി മാറണം. ശൈത്താനെ സംബന്ധിച്ചുള്ള ഏത് ഭയവും ശിർക്കായി മാറണം. അതിനു മുമ്പിൽ അർപ്പിക്കുന്ന ഏത് വിനയവും ശിർക്കായി മാറണം.
അതിനോടുള്ള ഏത് പ്രതീക്ഷയും ശിർക്കായി മാറണം. എന്നാൽ അത് ശിർക്കാണ്. നമുക്ക് പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്തില്ല, വകുപ്പില്ല. 2007 ഏപ്രിൽ അതിന്റെ 42ാമത്തെ പേജ്. രാത്രിയുടെ ഇരുളിൽ തപ്പിത്തളഞ്ഞ് നീങ്ങുന്ന ഒരാൾ തന്റെ തൊട്ടടുത്ത് നിന്ന് ശബ്ദം കേൾക്കുന്നു. ആളെ കാണുന്നില്ല. തന്റെ മുമ്പിലുള്ള ഈ ശബ്ദത്തിന്റെ ഉടമ ജിന്നായിരിക്കാം എന്ന വിശ്വാസത്തിൽ എന്നെ ഒന്ന് സഹായിക്കാമോ, ഒരു വെളിച്ചം തരാമോ എന്ന് ആവശ്യപ്പെട്ടാൽ അത് അഭൗതികമോ കാര്യകാല ബന്ധത്തിന് അപ്പുറമുള്ളതോ അല്ലെങ്കിൽ സൃഷ്ടികളുടെ കഴിവിൽ പെടാത്തത് തേടുകയല്ല, ആ സഹായാർത്ഥന ശിർക്കുമല്ല. അബ്ദുൽ ജബ്ബാർ മൗലവി എന്താണോ എഴുതിയത് 100% ശരിയാണ്. 100% ശരിയാണ്. 2007 ഏപ്രിൽ മാസത്തിൽ ഇസ്ലാഹി മാസിക അതിന്റെ 42ാമത്തെ പേജ്. രാത്രിയുടെ ഇരുളിൽ തപ്പിത്തളഞ്ഞ് നീങ്ങുന്ന ഒരാൾ തന്റെ തൊട്ടടുത്ത് നിന്ന് ശബ്ദം കേൾക്കുന്നു. ആളെ കാണുന്നില്ല. തന്റെ മുമ്പിലുള്ള ഈ ശബ്ദത്തിന്റെ ഉടമ ജിന്നായിരിക്കാം എന്ന വിശ്വാസത്തിൽ എന്നെ ഒന്ന് സഹായിക്കാമോ, ഒരു വെളിച്ചം തരാമോ എന്ന് ആവശ്യപ്പെട്ടാൽ അത് അഭൗതികമോ കാര്യകാല ബന്ധത്തിന് അപ്പുറമുള്ളതോ അല്ലെങ്കിൽ സൃഷ്ടികളുടെ കഴിവിൽ പെടാത്തത് തേടുകയല്ല, ആ സഹായാർത്ഥന ശിർക്കുമല്ല. അബ്ദുൽ ജബ്ബാർ മൗലവി എന്താണോ എഴുതിയത് 100% ശരിയാണ്. 100% ശരിയാണ്. ഞാൻ പറഞ്ഞു വന്നത് ഈ കെ പന്നൂർ സാഹിബ് വിചിതനത്തിന് രേഖരെ എഴുതി അദ്ദേഹം അവസാനം പറഞ്ഞ് ഒരു സൃഷ്ടി, ആ സൃഷ്ടിയോട് ചോദിച്ചാൽ ശിർക്കും അല്ല പ്രാർത്ഥനയും അല്ല എങ്കിൽ അതിന്റെ അർത്ഥം ചോദിക്കാമെന്ന് തന്നെയല്ലേ എന്ന് അദ്ദേഹം ആവർത്തിച്ച് ചോദിച്ചുകൊണ്ട് വിഷയത്തേക്ക് മാറ്റിമറിച്ചുകൊണ്ട് ശരിക്കും നമ്മൾ ഒരു ശിർക്കിന്റെ പ്രചാരകനാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം അദ്ദേഹം നടത്തുന്നുണ്ട്. അവസാനം അദ്ദേഹം ഒരു ഉദാഹരണം പറഞ്ഞു. ആ ഉദാഹരണം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. എന്താ ഉദാഹരണം? അല്ലാഹു തആല മലക്കുകൾക്ക് അടിക്കാനുള്ള കഴിവ് കൊടുത്തിട്ടുണ്ടല്ലോ, എതിരിപോലെ ഉജുവഹും അതുബാറഹും. അപ്പൊ മലക്കുൽ മൗത്ത് വരുമ്പോ അടിക്കല്ലേ എന്ന് സുന്നി ചോദിച്ചാൽ നമ്മൾ എന്ത് മറുപടി പറയും എന്നാണ് ഈ കെ മന്നൂരിന്റെ ചോദ്യം. അദ്ദേഹം ചോദിച്ച ചോദ്യം അതാണ്. അത് രാം ഏക് ഹേ റഹ്മാൻ ഏക് ഹേ എന്ന് പറഞ്ഞു നടന്ന ചിലപ്പോൾ അത് പറഞ്ഞോളന്നില്ല. അല്ലാഹു തആല മലക്കുകളെ നിയോഗിച്ചത് അല്ല കൽപ്പിച്ചത് അവർ ചെയ്യുള്ളൂ. പിന്നെ അടിക്കാതിരിക്കാനുള്ള കഴിവ് കൊടുത്തു എന്നല്ല, അപ്പഴല്ലേ അടിക്കല്ലേ എന്ന് പറയാ. അടിക്കാനുള്ള കഴിവ് കൊടുത്താൽ അടിക്കല്ലേ എന്നാ ചോദിക്കാം. മലക്കുകളെ സംബന്ധിച്ചിടത്തോളം അല്ല പറഞ്ഞത് നമ്മൾ ചെയ്യാ എന്നേ ഉള്ളൂ. അപ്പൊ അടിക്കാൻ വേണ്ടി നിർദ്ദേശിച്ച് കൽപ്പിച്ച് മലക്കിനെ വിട്ടാൽ ആ മലക്കിനോട് അടിക്കല്ലേ എന്ന് പറഞ്ഞാൽ ശിർക്ക്. അത് പറയാൻ തന്നെ പ്രയാസം. നമ്മൾ എന്ത് മറുപടി പറയും എന്ന് ആലോചിച്ച് വിഷമിക്കുന്നു വേണ്ട. ശിർക്കാന്റെ മറുപടി പറയണം. അത് ശിർക്കാൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ നമുക്കത് വേറെ പഠിക്കാം. അപ്പൊ മലക്കിനെ അടിക്കാതിരിക്കാനുള്ള കഴിവല്ല അല്ല കൊടുത്ത്, അവിടെ അടിക്കാനുള്ള കൽപ്പനയാണ് കൊടുത്ത്, അത് ചെയ്തേ പറ്റൂ. അപ്പൊ പിന്നെ അടുത്ത ചോദ്യം, അങ്ങനെയാണെങ്കിൽ ന്യായബാധതയിലും മലക്കില്ലേ എന്നാ? ആ മലക്കെന്താ? അത് അവിടെ അള്ളാഹു പ്രത്യേകമായി ആ അവസ്ഥയിൽ സംവിധാനിച്ചതാ, അത് അള്ളാഹു ഏർപ്പാടാക്കിയതാ. ആ ഹദീസ് സ്വഹീഹ് അല്ല ആണെങ്കിൽ അതുകൊണ്ട് അവർ ചെയ്യാനും പാടില്ല. അഥവാ സഹിയാണെന്ന് പറഞ്ഞാൽ തന്നെ അവിടെ അത്രയേ ഉള്ളൂ. ആ തരത്ത് ആ നിലക്ക് അങ്ങനെ പ്രത്യേകമായി അവിടെ അവർ സംവിധാനിച്ചതാ. മറ്റുള്ള മലക്കുകളിലേക്ക് അതിനെ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. അവിടെ അള്ളാഹു ഏൽപ്പിച്ച ജോലിയെ അവർ ചെയ്യുള്ളൂ. ആ വാദത്തെ തുടർന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് പുറത്തുപോയ ആളുകൾ ഉണ്ടാക്കിയ സംഘടനയുടെ പേരെന്താ? വിസ്ഡം. ബുദ്ധിയൊക്കെയായി ബന്ധപ്പെട്ട പദാണ് വിസ്ഡം. ഇത് തുടങ്ങിയ വാദോ ലോകത്തെ ഭൂലോക പൊട്ടത്തരം എന്ന് പറയാവുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ കുറെ ആളുണ്ടല്ലോ, നമ്മളൊക്കെ ഇരുട്ടിലൂടെ പോയിട്ടുണ്ട്, വെളിച്ചത്തൂടെ പോയിട്ടുണ്ട്. ഏതെങ്കിലും ഒരു ശബ്ദം കേൾക്കുമ്പോൾ അത് ജിന്നിന്റെ ശബ്ദം നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഒരു ശബ്ദം കേട്ടപ്പോൾ നിങ്ങൾക്ക് പൂച്ചയാന്ന് തോന്നിയിട്ടുണ്ട്, പട്ടിയാന്ന് തോന്നിയിട്ടുണ്ട്, ആനയാന്ന് തോന്നിയിട്ടുണ്ട്, കൊതുകാന്ന് തോന്നിയിട്ടുണ്ട്. ജിന്നാന്ന് തോന്നിയത് ഏത് ശബ്ദം കേട്ടപ്പോഴാണ്? ഒരു ശബ്ദം കേട്ടപ്പോഴും തോന്നിയിട്ടില്ല. കാരണം എന്താ? നമ്മൾ ആരും ശബ്ദം കേട്ടിട്ടില്ല. ഇത് വിസ്ഡം വിഭാഗം പുറത്തിറക്കിയ പുസ്തകമാണ്. ഈ പുസ്തകത്തിൽ വളരെ കൃത്യമായി 141 പേജിൽ ഇത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അവിടെ അതിനെ ചുരുക്കിയിടുകയാണ്. ഇതുപോലെ ആധുനികരും പൗരാണികരുമായ 50ഓളം പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ ഈ ഹദീസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അവരാരും അത് ശിർക്ക് കണ്ടിട്ടില്ലെന്ന് മാത്രമല്ല, ചിലർ അത് സുന്നത്തായി പരിഗണിക്കുക പോലും ചെയ്തിട്ടുണ്ട്. മനസ്സിലാക്കണം. അപ്പോ ഇത് സുന്നത്തായി ഗണിക്കുന്ന ആളുകൾ വരെയുണ്ട്. ഇതൊരു ശിർക്കുമില്ല, ഒരു വസീലത്ത് ശിർക്കുമില്ല, ഒരു ഹറാമും ഇതിൽ രേഖപ്പെടുത്തിയിട്ടില്ല. ആകെ ഇതിനെ സംബന്ധിച്ച വിധിയായി രേഖപ്പെടുത്തിയത് അഹ്കാമുൽ ഖംസയിൽ ഫർള് കഴിഞ്ഞാൽ പിന്നെന്താ ഉള്ളത്? സുന്നത്തായി പരിഗണിക്കുക പോലും ചെയ്തിട്ടുണ്ട്. ഇത് വിസ്ഡം ജിന്നി വിഭാഗം ഔദ്യോഗികമായി ഈ ദുർബലമായ ഹദീസിന് സുന്നത്തെന്ന ഹുക്കുമടക്കം എഴുതി വെച്ചിട്ട് ഈ കേരളക്കരയിൽ നട്ടുനനക്കാൻ പണിയെടുത്തത്. മരുഭൂമിയിലെത്തിയ റസീനോട് ഞാൻ സഹായം ചോദിച്ചു എന്ന് കൂട്ടിക്കാം. ശിർക്ക് വരുന്നില്ല. ഹദീസ് ദഈഫാണെങ്കിലും അമൽ ചെയ്യാം എന്ന അഭിപ്രായം വരെ സലഫി പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഒരു പ്രതിസന്ധി ഘട്ടത്തിലുള്ള ഒരു വിളി എന്ന് പറയുമ്പോഴത്തേക്ക് അതൊരു ശിർക്കൻ വിളിയായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമോ? എന്റെ ശബ്ദം കേൾക്കുന്ന പരിധിയിലുള്ള ഒരു ജിന്നിവിടെ ഉണ്ടെങ്കിൽ ആ ജിന്നിന്റെ കൈ പിടിക്കട്ടെ എന്നേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. എന്റെ മനസ്സിൽ പ്രാർത്ഥനയില്ല. സഹായിക്കാൻ കഴിവുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ സഹായിക്കട്ടെ എന്ന നിലക്ക് വിളിച്ചിട്ടില്ലെങ്കിൽ അതൊരു പ്രതിസന്ധി ഘട്ടത്തിലെ ഒരു ശിർക്കൻ വിളിയാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റൂല. ഇവർ കേട്ടെങ്കിൽ കേട്ട് സഹായിക്കട്ടെ എന്ന് വിചാരിക്കുന്ന കൂട്ടത്തിൽ അള്ളാന്റെ ഏത് സൃഷ്ടികളെ ഉദ്ദേശിച്ചാലും ശിർക്ക് വരൂല. അതുപോലത്തെ ഒരു സംഗതിയാണ് ആ പറഞ്ഞത്. അത് ശിർക്കാന്ന് ആരെങ്കിലും പറയോ? ഈ ഹദീസ് കൊണ്ട് അമലു ചെയ്യുന്നത് എന്തില്ല, അത് കണിശമായി എതിർക്കപ്പെടേണ്ട ഒരു കാര്യമല്ല.
ആരവം കേൾക്കുന്നു ഖേദം മനതാരിൽ കൂരമ്പായേൽക്കുന്നു കേരള നാട്ടീന്ന് ആരവം കേൾക്കുന്നു ഖേദം മനതാരിൽ കൂരമ്പായേൽക്കുന്നു ആരോ തിരിവെച്ച ജിന്നെന്ന തീപന്തം നേരായി ഗണിക്കുവാൻ എന്തെല്ലാം സിദ്ധാന്തം ആരോ തിരിവെച്ച ജിന്നെന്ന തീപന്തം നേരായി ഗണിക്കുവാൻ എന്തെല്ലാം സിദ്ധാന്തം കേരള നാട്ടീന്ന് ആരവം കേൾക്കുന്നു ഖേദം മനതാരിൽ കൂരമ്പായേൽക്കുന്നു